ചെമ്പേ പാടിയതാ മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതി. എനിക്ക് ഈ ദീക്ഷയും ദാടിയും മീശയും ഒന്നും കേക്കണ്ട. നേരം വെളുത്തപ്പോ തൊട്ട് ഈ നിലവിളി കേൾക്കാൻ തുടങ്ങിയതാ. ദേ വക്കീൽ ശങ്കരപ്പിളച്ചിട്ട് വന്നിരിക്കുന്നു. അയ്യോ കാണുന്നിടത്തൊക്കെ തുപ്പി വെക്കുക. കണക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാന് ചെമ്പയുമായിട്ട് അല്പം കേട്ടിട്ടില്ലേ? ചെമ്പൈ വൈദ്യനാഥ കൊള്ളാം. അദ്ദേഹം വലിയൊരു മനുഷ്യനല്ലേ? വിവരമുള്ളവർക്കുള്ളതാണ് ഇതൊക്കെ, അല്ലാതെ തന്നെ പോലെ വിവരം ഇല്ലാത്തവർക്കുള്ളതല്ല. വിവരമുള്ളവർക്ക് വിവരമുള്ളവരെ കുറിച്ച് അറിയൂ. അല്ല, അതിപ്പോ രേവതിയമ്മ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമാവില്ല. ഈ ഇട്ടാവട്ടത്തിൽ കിടന്ന് കളിച്ചാല് ലോകത്തിന്റെ ഗതിവിഗതികൾ മനസ്സിലാകില്ല. അതുകൂടെ പറയാനാ ഞങ്ങളിപ്പോ ഇവിടെ വന്നത്. എന്താ മനസ്സിലായില്ല? മേനോൻ അദ്ദേഹത്തിനും രേവതി അമ്മയ്ക്കും കൂടെ 2 മക്കളല്ലേ ഉള്ളൂ? എന്റെ അറിവില് അത്രേ ഉള്ളൂ. അവര് 2 പേരും ബോംബെയിലല്ലേ പഠിക്കുന്നത്? മോളും മോനും ബോംബെയിൽ കോളേജിൽ പഠിക്കുക. അതെന്താ അവിടെ അയച്ചത്? ഇപ്പോ നമ്മളൊക്കെ പഴയ ആൾക്കാരല്ലേ, മരിക്കുന്നവരെ ഇങ്ങനെയൊക്കെ അങ്ങ് പോവും. പക്ഷെ കുട്ടികളുടെ കാര്യം അങ്ങനെയാണോ? ഇന്നത്തെ പരിഷ്കാരത്തിനൊത്ത് വളർന്നില്ല വെച്ചാൽ നാളത്തെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടാവും. ഇപ്പൊ പരിഷ്കാരിയായിട്ടൊരു ഭാര്യയാണ് വരുന്നത് വെച്ചാൽ എന്റെ മോന്റെ കാര്യം കുഴപ്പത്തിലായി. പരിഷ്കാരിയായിട്ടൊരു ഭർത്താവാണ് വരുന്നത് വെച്ചാൽ എന്റെ മോളുടെ കാര്യം കുഴപ്പത്തിലായി. അപ്പൊ അവര് മോഡേൺ ആയിട്ട് വളരട്ടെ എന്ന് തീരുമാനിച്ചു. അത്രേ ഉള്ളൂ. ഇതുപോലെ പാറ്റ്നയിൽ അയച്ച് പഠിപ്പിച്ചതാണ് നമ്മുടെ ചേരിയിലെ കൃഷ്ണക്കൈമളുടെ മകൻ വിജയന്. എന്നിട്ട് എന്തായി? അവൻ പഠിച്ച് സായിപ്പായി മടങ്ങി വന്നപ്പോഴും കൃഷ്ണക്കൈമള് പഴയ കൃഷ്ണക്കൈമള് തന്നെ. എന്നിട്ട് എന്ത് പറ്റി? യു ബ്ലഡി ഫാദർ കൺട്രി എന്ന് വിളിച്ച് ഒരൊറ്റ പോക്ക. പിന്നെ മരിക്കുന്നത് വരെ കൃഷ്ണക്കൈമളും വിജയനുമായിട്ട് കണ്ടിട്ടില്ല. എന്റെ ദൈവമേ, എന്റെ മക്കളെങ്ങാനും നമ്മള് കൺട്രിയാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിപ്പോയാ ഞാൻ അന്ന് മരിക്കും. ഞാൻ നിങ്ങളോട് എത്ര പ്രാവശ്യമായിട്ട് പറയുന്നു, നമുക്ക് സിറ്റി ചെന്നൊന്ന് താമസിക്കാന്നേ. ഒന്നും ഇല്ലെങ്കിലും സിറ്റിയിൽ നിന്ന് വരുന്ന പിള്ളേർ ഇവിടെ വരുമ്പോ അവരെങ്ങനെയാണ് പെരുമാറുന്നത് നമുക്ക് മനസ്സിലായിക്കൂടെ? നമുക്ക് 1 മാസം ചെന്ന് താമസിക്കാന്നേ. അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഞാൻ വെറുതെ ഇരിക്കാം. അല്ല, ഞാനൊരു വിടുവായി പറഞ്ഞെന്നുള്ളൂ. അതിനൊരു കുടുംബകലഹം ഉണ്ടാവട്ടെ. ആലോചിക്കാം, സമയമുണ്ടല്ലോ. ആലോചിക്കാം, നമുക്ക് ആലോചിക്കാം. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കണക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പൊ ഇപ്പൊ പുറപ്പെട്ടാൽ സന്ധ്യയ്ക്ക് മുമ്പ് എത്താം അല്ലേ? സന്ധ്യ കഴിയും. എനിക്ക് ആ നടുവേദന ഇതേവരെ മാറിയിട്ടില്ല. അലോപ്പതി വിട്ട് ആയുർവേദമാക്കിയാൽ എന്താന്ന് ഇങ്ങനെ ഒരു ആലോചന. ഗുളികയാണെങ്കിൽ 1 പടി കഴിച്ചു, ഒരു പ്രയോജനമില്ല. നമ്മൾ നേരത്തെ ഒരു വൈദ്യരുടെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. ഏത് വൈദ്യര്? പിന്നെ ചെമ്പു വൈദ്യരോ ഒരു വൈദ്യരുടെ കാര്യം നേരത്തെ പറഞ്ഞു. വക്കീലെ, തനിക്ക് കുറച്ച് വിവരമുണ്ടെന്ന് ഞാൻ ധരിച്ചിരുന്നത്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവത പാട്ടുകാരനാ. വല്ല ഗന്ധം ഉണ്ടോ? എന്നാ ഇനി ഞാൻ സമയം കളയുന്നില്ല. എടോ വരിക. എന്റെ അന്നദാന പ്രഭു ഇതാ വന്നേ. നമസ്കാരം. എന്താ ചെലവാ? ഒന്നുമില്ലേ. എന്താ എന്താ ഇതൊക്കെ? നമ്മുടെ കമ്പനിയുടെ മാനേജരാ. മേനോനദി ആദ്യമായിട്ട് ഇവിടെ വരികയല്ലേ, ഒരു ചെറിയ സ്വീകരണം. വന്ന ക്ഷീണം കാണും, ഞങ്ങൾ പിന്നീട് വരാം. അങ്ങനെ അങ്ങ് പോയാലോ? ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. വരിക. നീ എവിടെ പോകുന്നു? ആ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ. അല്ല, ഇത് ഇവിടെ സ്ഥിരതാമസത്തിനുള്ള വരവാണോ? അതെ. ആ സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ. എന്റെ ദൈവമേ, നമ്മുടെ വയറ്റത്തടിക്കാനുള്ള ഒടുക്കത്തെ വരവാണല്ലോ ഇത്. കിണിക്കണ്ട, ഞാനല്ലേ തിന്നുന്നത്, ഞാൻ സഹിച്ചോളാം. എനിക്ക് ചിരിക്കാൻ നിങ്ങളുടെ അനുവാദം വേണോ? എനിക്ക് തോന്നുമ്പോ ചിരിക്കും, തോന്നുമ്പോ കരയും. എന്റെ സ്വഭാവം അങ്ങനെ. വെറുതെ ചിരിക്കുന്നവർക്കും കരയുന്നവർക്കും മുറി കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, ഉളമ്പാറ ബ്രാൻഡ് ആശുപത്രി. ഓ, വിറ്റടിച്ചതായിരിക്കും. ഭർത്താവ് ചമഞ്ഞാ മതി, ഹരിക്കാൻ വരണ്ട. ഇവിടെ ആരും ഇല്ലേ? ഇത്ര നേരമായിട്ട് ഉറക്കം എണീറ്റില്ലേ? അതിന് വല്ല അമ്പലത്തിലോ മറ്റോ പോയതാണോ? ചേടാ, രാവിലെ ഭാര്യയും ഭർത്താവും കൂടെ അടുക്കളപ്പണി ആയിരിക്കും. ദോശ. ഞാൻ ഒരുപാട് നാളായി ദോശ തന്നിട്ടുണ്ട്. നമുക്കൊരു മുമ്പർത്താത്തി ഉണ്ടല്ലോ, എന്നും
ഇഡ്ഡലി. ആ സ്വാമി ദോശ ഇടണം. എന്റെ ഭാര്യ ഒന്നാം തരം ദോശ ഇടും. വേണ്ടെന്നേ, നിങ്ങൾക്കുള്ളതല്ലേ കാണൂ. അല്ല, മാവ് ഇതാ വേറെ ഇരിപ്പുണ്ട്. ഉണ്ടോ? ഇഷ്ടം പോലെ. ബുദ്ധിമുട്ടാവില്ലല്ലോ? ഇല്ല. ആയിക്കോട്ടെ. അതുകൂടെ കൊടുത്തേക്ക്. നമ്മുടെ സ്വാമിയല്ലേ. മാവ് മാവ് വേറെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ധാരാളം. ചമ്മന്തി ഇല്ലേ? ചമ്മന്തി ഇല്ലാതെ കഴിക്കുന്നതാ എനിക്കിഷ്ടം. ആ, 2 കൊണ്ടുപോയി നമ്മുടെ കുമർത്തോത്തേക്കും കൊടുക്കാം. ലോകത്ത് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അവളൊന്ന് അറിയട്ടെ. ടങ് ടടങ്. കീറി പറഞ്ഞതാണെങ്കിൽ എന്താ, തിന്നാ പോരെ. നല്ല ചൂട്. ഇതിന് പകരം ഞാൻ തരുന്നുണ്ട്, നോക്കിക്കോ. അവതാളം പഠിക്കാനാ അറിയാൻ മേലെ ചെയ്യാൻ പോരുത്. ഇതിലെന്തോ അറിയാതിരിക്കുന്നു. സാറ് താളം അടിക്കുന്നില്ല. അങ്ങനെയല്ല. ശ്രുതി മാത ലയപ്പിത, ശ്രുതി അമ്മ താളം അച്ഛൻ. അവതാളം പഠിക്കുന്നവൻ തന്തയില്ലാത്തവൻ അർത്ഥം. അതിപ്പോ സാറ് പറഞ്ഞിട്ടാണോ ഞാൻ അറിയാം? സാർ അവിടെ ആരെ കാണണം? അയ്യോ അമ്മച്ചിയോ, ഇവിടുന്ന് പോകുമ്പോ യാതൊരു അസുഖവും ഇല്ലായിരുന്നല്ലോ. അമ്മച്ചി അമ്മച്ചി നന്നായിരിക്കുന്നല്ലേ. ആരാണാവോ മനസ്സിലായില്ല. അയ്യോ അമ്മച്ചി. ഞാൻ തന്നെയാ, മംഗളത്തെ രേവതി അമ്മ. സമാധാനായി. പേരെങ്കിലും മാറ്റിയില്ല. എന്തൊരു കോലാടോ ഇത്. എന്താ ഒരു കുഴപ്പം? അറിയാഞ്ഞിട്ട് ചോദിക്കാ, എന്താ ഭാവം? ഇവിടെയൊക്കെ എല്ലാരും ഇങ്ങനെയാ. ആ പിന്നെ ഞാൻ ക്ലബിലെ മെമ്പറായി. എന്താണ് ക്ലബ്? വിമൻസ് ക്ലബ്. താമസിക്കാതെ അവിടുത്തെ സെക്രട്ടറി ആവുകയും ചെയ്യും. പിന്നെ നിങ്ങൾക്കുള്ള ഉടുപ്പൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ വേഷമൊക്കെ മാറ്റി നല്ല ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ് ചെയ്ത് നിൽക്കണം. ഇത് സിറ്റിയാണ്. എത്ര പണം ഉണ്ടെങ്കിലും ഗമയില്ലെങ്കിലേ ആരും വകവയ്ക്കില്ല. എന്നെ കൊണ്ട് ഇട്ടൊക്കെ പറ്റൂ, അല്ലാണ്ട് ഈ കോപ്പറാണ്ട് വേഷമൊന്നും കേട്ടാ എന്നെ കൊണ്ട് പറ്റില്ല. ആ നടുക്കടലിൽ ചെന്നാലും നക്കിയേ കുടിക്കുള്ളൂ അമ്മച്ചി എന്നൊരു ചൊല്ലുണ്ടേ. എടാ മണിയടിക്കാടാ, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നും ഒരു ചൊല്ലുണ്ട്. ഉണ്ടുണ്ട്, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. സാറ് പറഞ്ഞ ശരിയാ. എനിക്ക് സമയമില്ല, ഡാൻസ് ക്ലാസ്സിൽ പോണം. ഡാൻസ് ക്ലാസ്സോ? ആ. ഈ പ്രായത്തിലോ? ഏയ്, ഇത് വേറെ ഡാൻസ്. ബെസ്റ്റ്. ഇതാണ് ലേറ്റസ്റ്റ് ഇംഗ്ലീഷ് ഡാൻസ്. ബെസ്റ്റ്. ഇത് അറിയുന്നിടത്തൊരു ഫാഷനാണ്. അപ്പൊ അരങ്ങേറ്റം കെട്ടിയവരെ നെഞ്ചത്തായിരിക്കും. അല്ലെങ്കിൽ ഞാൻ നന്നാവണം നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ. ചെലപ്പാ ഇതൊക്കെ കൊണ്ടൊന്ന് മുകളിൽ വെക്ക. കല്യാണി, നമുക്ക് പോവാം. കണ്ടില്ലേ, പെണ്ണിന്റെ നിറം മാറുന്ന മാറ്റം കണ്ടില്ലേ? ഈ ഇനത്തിൽപ്പെട്ട ഒറ്റ
ആയിക്കോട്ടെ എന്ന് പറഞ്ഞിരുന്നാൽ കാര്യമില്ല. താമസിക്കാൻ വീട്, ജോലി, നല്ല ആഹാരം ഇതൊന്നും ഇക്കാലത്ത് കിട്ടാൻ എളുപ്പമുള്ളവയല്ല. ഞാനൊരു ഐഡിയ പറയാം. വിമൻസ് ക്ലബിന്റെ പുതിയ സെക്രട്ടറി ഒരു രേവതിയമ്മയുണ്ട്. അവരെ ഒന്ന് കണ്ടു നോക്ക്. അവരുടെ ഭർത്താവിന് നിറയെ ബിസിനസ്സുകൾ ഉള്ളതാ. എവിടെയെങ്കിലും ഒരു ജോലി കിട്ടിയാലായി. കിട്ടുവോ? ശ്രമിച്ചു നോക്ക്. ഒന്നുമില്ലെങ്കിലും നിന്റെ അവരുടെയും പേര് ഒന്നല്ലേ, ആ കൺസിഡറേഷനെങ്കിലും കിട്ടും. ശരി, നോക്കിക്കളയാം. എല്ലാ വാതിലും തട്ടി നോക്കാം, ഏതെങ്കിലും തുറക്കുമല്ലോ. ഇതിപ്പോ മൂന്നാമത്തെ പ്രാവശ്യം ഓടിക്കൊണ്ടിരിക്കുമ്പോ നിക്ക. പഴയതിന് ഒരു കുഴപ്പമില്ലായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് പുതിയത് വേണം. താൻ പോലും പുതുതായി, പിന്നെ ആ റെക്കോർഡ് പ്ലെയർ. ഇക്കണക്കിന് പുതിയ ഒരെണ്ണത്തിനെ കാണുമ്പോ പഴയതെന്ന് പറഞ്ഞ എന്നെയും കളയുമല്ലോ. ആ, വേണ്ടി വന്നാ കളയും. കളഞ്ഞോ? എനിക്കും വേറെ ആളെ നോക്കാൻ അറിയാം. ഞാൻ 2 പ്രസവിച്ചെങ്കിലും നാട്ടുകാർ പറയുന്നത് എന്താണെന്ന് അറിയാമോ? ഞാൻ നിങ്ങളുടെ മോളാണെന്ന്. ഞാൻ തന്റെ അപ്പൂപ്പനാണ് എന്ന് പറഞ്ഞില്ലല്ലോ. ഭാഗ്യം. കളിയാക്കൊന്നും വേണ്ട. പുതിയ ഒരെണ്ണത്തിനെ കൊണ്ടുവരുമ്പോ അറിയാം. ദേ, ഈ റെക്കോർഡ് പ്ലെയർ പോലെ ഇരിക്കും. നടന്നുകൊണ്ടിരിക്കുമ്പോ ഡിം. ഇതങ്ങോട്ട് ശരിയാവണില്ലല്ലോ. ഇത് വാങ്ങിച്ച കടല നമ്പർ എത്രയാ? ഗുഡ് മോർണിംഗ് ഡാഫഡിൽസ്. ആ, വെരി ബാഡ് ഗുഡ് മോർണിംഗ്. രാവുണ്ണി മേനോൻ ഹിയർ. എന്താ സാർ? താൻ ഇന്നലെ ഒരു ക്ലാപ്പ് ഇവിടെ കൊണ്ട് വെച്ചില്ലേ? അത് കാണാനോ അതോ പാടാനോ? ഇവിടെ വന്നപ്പോ തൊട്ട് അതിനോരോ അസുഖങ്ങളാ. ഒന്നുകിൽ തലവേദന, അല്ലെങ്കിൽ വയറ്റിളക്കം. ക്ഷമിക്കണം. താൻ ഇപ്പോ ഈ സാധനം ഇവിടെ നിർത്തോണ്ട് പോകണം. ഇതിന് പുതിയതൊന്ന് ഇവിടെ കൊണ്ട് വെക്കണം, അല്ലെങ്കിൽ ആ കാശ് തന്നോളൂ. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ വരാം. മാറ്റിത്തരാം. ഓക്കെ ഓക്കെ സാർ. എന്താ? ഒരു ജോലി അന്വേഷിച്ചു വന്നതാ. അമ്മയെ കണ്ടാല് എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കി തരുമെന്ന് കേട്ടു. ഇതാ എന്റെ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ജോലിയൊന്നും ഒഴിവില്ല. പോയിട്ട് 1 മാസം കഴിഞ്ഞ് വരും. അയ്യോ, അങ്ങനെ പറയരുത്. ഞാൻ അല്പ തിരക്കിലാണ്. പിന്നെ വരൂ. ഇവിടെ ഇരിക്കാം. തിരക്ക് കഴിഞ്ഞ് പുറത്തു വരുമ്പോ ഒന്നുകൂടെ പറഞ്ഞു നോക്കാം. രാമുണ്ണി മേനോന്റെ മകളായിരിക്കും. റെക്കോർഡ് പ്ലെയർ എവിടെ ഇരിക്കുന്നത്? ആ, അകത്ത് കാണും. ഓ, വലിയ പണക്കാരന്റെ മോളെന്ന് തണ്ടായിരിക്കും. ഗോപാലകൃഷ്ണൻ, ഡാഫോഡിൽ ഇലക്ട്രിക്കൽസ്. അത് വേഗം എടുത്തോണ്ട് പോവാ. ഞാൻ നോക്കാം. നോക്കണ്ട, അത് ചത്തു. അല്ല, ചിലപ്പോഴേ ചില മൈനർ കംപ്ലൈന്റ്സ് ആയിരിക്കും. അടുത്ത ആഴ്ച പുതിയ കൺസൈൻമെന്റ് വരുമ്പോ ഞാൻ മാറ്റിത്തരാം. താൻ തന്റെ ഇഷ്ടം പോലെ ചെയ്തോളുക. അത് വേഗം ഇവിടെ എടുത്തോണ്ട് പോകണം. ഞാൻ എന്റെ പഴയത് ഉപയോഗിച്ചോളാം. അത് നീ എന്റെ കൺമുമ്പിൽ കാണരുത്. അല്ല, ഞാൻ നോക്കട്ടെ. ആ, എടുക്ക. ചേട്ടാ, നോക്കാതെ ഇങ്ങനെ കുഴപ്പമാണ്. ഞാൻ പോട്ടെ. ഞാൻ പോട്ടെ. അല്ലെങ്കിൽ താൻ ഒരു കാര്യം ചെയ്യാം. പുതിയത് കിട്ടില്ല ഞാൻ വിരോധമില്ല. ആ പണം എങ്കിൽ ഇതാണ് പട്ടണത്തിലുള്ളവരെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് പറയുന്നത്. ഒക്കെ കളിപ്പാ. നമസ്തേ. നമസ്കാരം. എന്താ
ഒരു ജോലി അന്വേഷിച്ചിറങ്ങിയതാ. ഇവിടുത്തെ അമ്മയെ കണ്ടാല് ഒരു ജോലി കിട്ടുമെന്ന് കേട്ടു. കൊച്ചിനോട് ആരാ ഇതൊക്കെ പറഞ്ഞു തന്നത്? അവര് വിചാരിച്ചാൽ ഒരു ചുക്ക് നടക്കാൻ പോണില്ല. അതറിയാം, പക്ഷെ സാറ് വിചാരിച്ചാല്. എന്താ അത്? എന്റെ സർട്ടിഫിക്കറ്റ്സ്. BA-ക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട് അല്ലേ? മിടുക്കിയാണല്ലോ. അപ്പൊ എന്തൊക്കെ ജോലി അറിയാം? എന്ത് ജോലിയും ചെയ്യാം. ഇവിടെ ഇപ്പോ ജോലി എന്ന് പറയാൻ ഇപ്പൊ അങ്ങനെ ഇവിടെ പറ്റിയ നോക്കാത്ത ഒരാളെ ആവശ്യമുണ്ട്. BA പാസ്സായ ഒരാളെ ആവശ്യമില്ലല്ലോ. അപ്പോ വേറൊരു ജോലി എന്ന് പറയാൻ കുട്ടി, ഞാൻ പറഞ്ഞില്ലേ തൽക്കാലം ഇവിടെ ഒഴിവൊന്നുമില്ലെന്ന്. കുട്ടി പൊയ്ക്കോളൂ. സാറ് പറഞ്ഞു. ആ, സാർ അങ്ങനെ പലതും പറയും. അതുകൊണ്ടാ പറഞ്ഞത് കുട്ടി പൊയ്ക്കോളൂന്ന്. ദാ, ആ കുട്ടി പൊയ്ക്കോളൂ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെ പെരുമാറുക എവിടുത്തെ മര്യാദയാണോ ഇത്? എനിക്ക് അത്രേ മര്യാദയുള്ളൂ. പാവം കുട്ടി. അത്ര പാവാണെങ്കിലേ പാതി സ്വത്ത് എഴുതി കൊടുക്ക. ചിലപ്പോ കൊടുത്തുന്നിരിക്കും. എനിക്കറിയാൻ കൊടുക്കുമെന്ന്. നിങ്ങളുടെ പെൺകുട്ടികളുടെ എല്ലാം ഒരു ഫാഷനാ. വീട്ടിൽ എത്ര പണം ഉണ്ടെങ്കിലും സ്വന്തമായിട്ട് അധ്വാനിച്ച് കുറച്ച് പോക്കറ്റ് മണി ഉണ്ടാക്കുന്ന രസമല്ലേ? ഞാൻ വെരി ഗുഡ്. പിന്നെ ഈ രാമുണ്ണി മേനോന്റെ മകളുടെ സ്റ്റാറ്റസിനെ പറ്റിയ ജോലി. പിന്നെ എനിക്കൊരു സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അത് മതി. സീ ഉള്ളി, ഇഫ് യു ഡോണ്ട് മൈൻഡ്. ഇറ്റ്സ് ഓൾ റൈറ്റ്. ഒരു ജോലി വേണമെന്നേ ഉള്ളൂ. എന്താ പേര്? രേവതി. ഓ, അച്ഛൻ മകളുടെ പേരില എല്ലാ ബിസിനസ് നടത്തുന്നല്ലേ? രേവതി ടൈൽസ്, രേവതി ഫുഡ്സ്, രേവതി മിൽസ്, എല്ലാം പേരിലല്ലേ? എനിക്ക് പേരിഷ്ടപ്പെട്ടു. താങ്ക്സ്. എന്റെ പേര് ഗോപാലകൃഷ്ണൻ. ഈ സാറ് വിളി നിർത്തി എന്റെ പേര് വിളിച്ചാൽ മതി. പിന്നെ ഇഷ്ടമുണ്ടെങ്കിൽ എന്നെ ഗോപു എന്ന് വിളിക്കാം. ഞാൻ ഒന്നും പറയണ്ട, അങ്ങനെ വിളിച്ചാൽ മതി. ഓക്കെ? See, you can be on your seat from today.